ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ചിദ്രൂപേണ പരിവ്യാപ്തം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹേ ദിവ്യഭാരതി കൃപാംബുനിധേ കദാഹം തത്പദ്മനേത്ര യുഗളാഭിമുഖോ ഭവാമി. ഏവം ഭവാമി യദി ദുർലഭമദ്യം മേ ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുദേവ കഥാസാഗരം 19-ാം ഭാഗം തുടർച്ച. അവതരണം നാണുഭക്തൻ. യുവാവായ നാണുവിന് വയൽവാരം വീട്ടിൽ തന്നെയുള്ള ഇരിപ്പും കിടപ്പും പറമ്പിലെ കൃഷിപ്പണികളും ഒക്കെ വിരസമായി തോന്നിത്തുടങ്ങി. അതിനാൽ കൂടെ കൂടെ വീട് വിട്ട് നാട് ചുറ്റാൻ പോവുക പതിവായി. കാൽനടയായിട്ടായിരുന്നു ആ യാത്ര അത്രയും. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും സത്രങ്ങളിൽ അന്തിയുറങ്ങിയും ദിവസങ്ങൾ കടന്നുപോയി. വയൽവാരം വീട്ടിലേക്കുള്ള നാണുവിന്റെ മടക്കം വല്ലപ്പോഴുമായപ്പോൾ മാതാവായ കുട്ടിയമ്മയ്ക്ക് വലിയ സങ്കടമായി. അക്കാലത്ത് ഭസ്മവും ചന്ദനവും നനച്ച് നെറ്റിത്തടത്തിലും കൈകളിലുമൊക്കെ വാരിപ്പൂശിയും ജപമാലകൾ അണിഞ്ഞും പുരാണ ഗ്രന്ഥങ്ങൾ കയ്യിലേന്തിയും അവ നിരന്തരം പാരായണം ചെയ്തും ദേശാന്തരഗമനം നടത്തുന്ന നാണുവിനെ ആളുകൾ നാണുഭക്തൻ എന്ന് വിളിച്ചു തുടങ്ങി. ചിലർ കാര്യമായിട്ടും മറ്റു ചിലർ കളിയായിട്ടുമാണ് നാണുവിനെ അങ്ങനെ വിളിച്ചു പോന്നത്. ആ വിളിപ്പേര് നാണുവിന് മേൽ പതിഞ്ഞപ്പോൾ മാടനാശാനും കൃഷ്ണൻ വൈദ്യർക്കും തെല്ല് ആശങ്കയുണ്ടാവുകയും ചെയ്തു. കുടുംബകാര്യങ്ങളിലൊന്നിലും നാണുഭക്തന് വേണ്ടത്ര ശ്രദ്ധയില്ലായിരുന്നു. ഭക്തിയും പ്രാർത്ഥനയും ധ്യാനവും ഒഴിഞ്ഞ നേരവും ഇല്ലാതായി. ചില ക്ഷേത്രങ്ങളിൽ ഭജനം പാർക്കുന്ന ഭക്തജനങ്ങൾക്കായി രാമായണവും മറ്റും പുരാണ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തു കൊടുക്കുന്നതും അതിൻ്റെ പൊരുൾ ഭക്തിപ്രധാനമായി പറഞ്ഞു കൊടുക്കുന്നതും നാണുഭക്തന് വലിയ ഇഷ്ടമായിരുന്നു. മിക്കവാറും പുരാണ കഥകളെല്ലാം നാണുവിന് നേരത്തെ തന്നെ ഹൃദിസ്ഥമായിരുന്നതിനാൽ ശ്രോതാക്കൾക്ക് കഥ കാണും പോലെയായിരുന്നു ആ കഥ പറച്ചിൽ അനുഭവപ്പെട്ടിരുന്നത്. നാണുവിൻ്റെ ആഖ്യാന ശൈലി ഏത് വിരസനെ പോലും ആകർഷിക്കുമായിരുന്നു. ദൈവവിചാരം കലശലായതോടെ നാണുഭക്തന്റെ പെരുമാറ്റത്തിലും ജീവിത രീതിയിലും അസാധാരണമായ
മാറ്റങ്ങൾ ഉണ്ടായി. അത് കണ്ട് ചിലർ അത്ഭുതപ്പെട്ടു, വേറെ ചിലർ പരിഭ്രാന്തരായി. എന്ത് ചോദിച്ചാലും അതിനെല്ലാമുള്ള നാണുവിന്റെ മറുപടിയിൽ ഭക്തിയുടെ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടാകുമായിരുന്നു. ലൗകിക ജീവിതത്തോടുള്ള വൈരാഗ്യത്തിന്റെ കടുത്ത ചില ലക്ഷണങ്ങൾ നാണുവിൽ കണ്ടപ്പോൾ മാതാപിതാക്കൾക്കും അമ്മാവന്മാർക്കും ചില അടുത്ത ബന്ധുക്കൾക്കും സഹിക്കാനാവാത്ത വിഷമമുണ്ടായി. ഒരു ദിവസം കുട്ടിയമ്മ തരം കിട്ടിയപ്പോൾ നാണുവിനോട് ചോദിച്ചു, മോനെ നാണു, നിനക്ക് താഴെയായി 3 പെൺകുട്ടികളാണല്ലോ ഉള്ളത്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട നീ ഈ വിധം ഊരു ചുറ്റി നടന്നാൽ മതിയോ? നാണു: അമ്മയ്ക്ക് എന്റെ ഗതിയെക്കുറിച്ച് യാതൊന്നും അറിയില്ലല്ലോ. കുട്ടിയമ്മ: ഭക്തിയും പ്രാർത്ഥനയുമൊക്കെ വേണ്ടതാണ്. പക്ഷേ വീടും കുടുംബവുമൊക്കെ മറന്നുകൊണ്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് എന്തു ഗുണം? ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. തെല്ലു നേരം മൗനത്തിനു ശേഷം നാണുഭക്തൻ പറഞ്ഞു, ആരെയും വിഷമിപ്പിക്കാനല്ല, എല്ലാവരുടെയും വിഷമത്തെ അകറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാണുവിന്റെ ആ ഉറച്ച പ്രസ്താവനയ്ക്ക് മുന്നിൽ കുട്ടിയമ്മ നിശബ്ദയായി നിന്നു. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം നാണുഭക്തൻ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.